നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിത്യ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. അപ്പം നമ്മൾ ഇത്രയും നാൾ നമ്മൾ വീടിനകത്ത് അല്ലെങ്കിൽ വീടിൻ്റെ കോമ്പൗണ്ടിന് ചുറ്റുമുള്ള കുറേ വാസ്തുദോഷങ്ങൾ, അതിൻ്റെ പരിഹാരങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നത്തെ ഞാൻ സാറിനോട് ചോദിക്കാൻ പോകുന്നത്, നമുക്ക് വീടിൻ്റെ പുറത്തും പോകണം, അകത്തും വരണം, ആ വഴി. അപ്പം വാസ്തുവിൽ എങ്ങനെ ഈ വഴി ബന്ധപ്പെട്ടിട്ടുണ്ടോ? വാസ്തു തീർച്ചയായിട്ടും. നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ഒരു എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഞാൻ ലേ ഔട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് വലിയ സ്ഥലങ്ങളായിരിക്കും. 3 ഏക്കർ 5 ഏക്കർ 10 ഏക്കർ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ലേ ഔട്ട് ചെയ്യാൻ വേണ്ടി വാസ്തു ടെക്നീഷ്യന്മാരെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ തിരക്കാരനെ അങ്ങോട്ട് പോകാൻ പറ്റരുത്, വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ലേ ഔട്ട് അവിടെ എല്ലാം വാസ്തു പ്രകാരമില്ല. അപ്പോൾ വാസ്തു ലേ ഔട്ട് ചെയ്യാൻ വേണ്ടി ടെക്നീഷ്യന്മാരെ കൊണ്ട് വാസ്തു ലേ ഔട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിനുള്ളിൽ പാർക്ക് ഉണ്ടാവും, അതിനുള്ളിൽ വഴിക്ക് വേണ്ടി കുറച്ച് സ്ഥലം കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു പ്ലോട്ടാക്കി എടുക്കുമ്പോഴത്തേക്കും പൊതുവഴികളും പാർക്കും പിന്നെ ഷോപ്പുകളും ഒക്കെ ഉള്ള വലിയ പ്ലോട്ടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഞങ്ങളിത് പ്ലോട്ട് തരംതിരിക്കുക. അത് വാസ്തു പ്ലോട്ട് ആണെങ്കിൽ അവിടെ വിറ്റും പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ചില വ്യക്തികൾ വന്ന് ഞങ്ങളെപ്പോലത്തെ ടെക്നീഷ്യന്മാരെ സമീപിക്കും. ഇവിടെ തെരു പാർവയുള്ള ഏത് പ്ലോട്ടാണ് നിങ്ങൾ അത് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തരണമെന്ന് പറയും. കാരണം അതിന് ഡിമാൻഡ് കൂടുതലാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ആലോചിക്കാത്ത, അതായത് വീട് ഫുൾ വാസ്തുവാണ്. ടെക്നീഷ്യൻ പോയി നോക്കുമ്പോഴത്തേക്കും ഈ നല്ല വാസ്തു, അതിനകത്തൊരു കുറവ് പോലും പറയാറില്ല. പക്ഷേ വളരെ ബലിഷ്ഠമായ ഈക്വൽ വാസ്തു ഫോൾട്ട് ഉണ്ടാക്കുന്ന വഴികളുണ്ട്. അതായത് നിങ്ങളൊരു ടീ റോഡാണ്, നിങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഒരു സ്ട്രീറ്റിൻ്റെ ഫേസിങ് വന്ന് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് ഉച്ചത്തിലാണെങ്കിൽ നിങ്ങൾ അമിതമായ വാസ്തു ബെനിഫിറ്റ്സ് ആവും. നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി അത് നീച്ചത്തിലാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ തകർന്നു തുടങ്ങി. കാരണം കാര്യം പുറത്താണ്. അപ്പോൾ ഉച്ചനീച്ച ഭാഗങ്ങളെക്കുറിച്ച് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഉച്ചവും നീച്ചവും എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ പോകുന്ന വർക്കിന് എല്ലാവർക്കും ഞാൻ ഉച്ചനീച്ചിനെ പഠിപ്പിച്ചൊരു ചെറിയ ക്ലാസ് കൊടുത്തിട്ടാണ് വരുന്നത്. കാരണം ഞാൻ ഈ പോകുന്ന വീട്ടിൽ എല്ലാവർക്കും പോകുന്നവർക്കൊക്കെ അറിയാം, ഒരു ക്ലാസ് തന്നെ കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റ് 4 ദിക്കിൽ നമുക്ക് വീട് വയ്ക്കാമെന്ന് പറയുന്നു. അപ്പം ചിലപ്പം നമ്മുടെ ഒരു വഴി, പൊതുവഴി നേരെ വന്ന് നമ്മുടെ വീടിനെ ഫേസ് ചെയ്തിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയും. അതിന് ടീ റോഡെന്ന് പറയും. ചില വഴികൾ എൽ ഷേപ്പിൽ വരും, നേരെ വന്ന് ഇടത്തോട്ട് മാത്രമായിട്ടോ അല്ലെങ്കിൽ വലത്തോട്ട് മാത്രമായിട്ട് തിരിയും. ഇതെല്ലാം തെരു പാർവയെന്ന് പറയും. അതിൽ ഉച്ചഭാഗത്ത് കിട്ടുന്നതിനെല്ലാം ഗുഡാണ്, നീചഭാഗത്ത് കിട്ടുന്ന ഈ സ്ട്രീറ്റ് മോശമാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കന്നിഭാഗം. അപ്പോൾ അത് റോഡ് മാത്രമല്ല ഞാൻ പറയുന്നത്, നടപ്പാത പോലും പാടില്ല. ഇപ്പം ഒരുപാട് സ്ഥലങ്ങൾ വിൽക്കാതെ കിടക്കുന്നത്, വാസ്തുദോഷം പേരുന്നതെല്ലാം നടപ്പാത ഉണ്ടായി ലാൻഡ് ലോക്ക് ആവുന്നതാണ്. ലാൻഡിനുള്ളിലൂടെ നടപ്പാത വരുമ്പോൾ അത് നീചമാണെങ്കിൽ എന്ത് ചെയ്യും? ശരി, അത് മനുഷ്യരാണ് നടക്കുന്നത്? അല്ല. ചിലപ്പം ഒഴിഞ്ഞു കിടക്കുന്ന ലാൻഡിൽ അപ്പുറത്തെ പശുവിനെ മേയാൻ വിടും. അതിന് റെഗുലറായിട്ട് അത് വന്ന് അതൊരു വഴി സൃഷ്ടിക്കും. അതൊരു പാതയാവും. അവിടെയും ലാൻഡ് ലോക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട്. വീട് വെറുതെ നിങ്ങൾ ഒരു വാസ്തുദോഷം വരുന്ന ലാൻഡ് നിങ്ങൾ മേടിച്ചിട്ട് അതിന് നിങ്ങൾ വീട് പോലും കെട്ടിയിട്ടില്ല, അതിന് മുമ്പ് അവിടെ വാസ്തുദോഷം പേരാൻ തുടങ്ങും. എങ്ങനെയെന്നറിയോ? കുപ്പയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കത്തിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ നേരെ ആഗ്നേയത്തിൽ കൊണ്ടുപോയി കത്തിക്കും. സ്റ്റാർട്ടാവും വാസ്തു. അത് നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ലതാവും. വാസ്തുദോഷമാണെങ്കിൽ അട്ടുമിരിയുടെ ആ ലാൻഡ് ലോക്ക് തുടങ്ങും. അത് ആ ലാൻഡിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ കന്നി താഴ്ന്ന ഭൂമിയായിരിക്കാം, വായുത്തിൽ കിണറുള്ള ഭൂമിയായിരിക്കും, ഒരു കിണറോടെ മേടിക്കുന്ന ഭൂമിയാണ് അതൊക്കെ, അല്ലെങ്കിൽ പഴയ വീടുകളോടെ മേടിക്കുന്ന ഭൂമിയാണ്. അപ്പോൾ അത് വാസ്തുദോഷം പേര് അത് സെയിലായി കഷ്ടകാലമൊക്കെ ആയി ഇങ്ങനെ ഇരിക്കും. ഇതൊന്നും അറിയാതെ ഒരാൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് എന്ത് ചെയ്യും? ശരി, നമ്മുടെ വീട്ടിലെ കെട്ടുന്നതിന് മുമ്പ് അവിടെ തൂത്ത് വൃത്തിയാക്കാന്ന് പറഞ്ഞ് കുറച്ച് കുപ്പയൊക്കെ കൊണ്ട് അവിടെ കൂട്ടും, എന്നിട്ട് കത്തിക്കും. അഗ്നി സ്റ്റാർട്ടാവുമ്പോൾ വാസ്തു സ്റ്റാർട്ടാവും, ബലം സ്റ്റാർട്ടാവും. ഉദ്ഘാടനം, വിളക്ക് കൊളുത്തി എന്തിനാ ഉദ്ഘാടനം ചെയ്യുന്നത്? അഗ്നി സാന്നിധ്യത്തിൽ ചെയ്യുന്നത് ഒത്തിരി കാര്യങ്ങളില്ലേ. പാല് കാച്ചുമ്പോഴേ അഗ്നി സാന്നിധ്യമാണ് ഇതിനല്ലത്. അപ്പോൾ അഗ്നി സാന്നിധ്യം വരുമ്പോൾ അതിൻ്റെ വിധി സ്റ്റാർട്ടാവും. അപ്പോൾ മാരകമായൊരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ കന്നിഭാഗത്ത്, തെക്കേ കന്നിയിൽ വരുന്ന ഈ സ്ട്രീറ്റ് സ്ത്രീകളെ ബാധിക്കുന്നു. പടിഞ്ഞാറേ കന്നിയിൽ വന്ന് ഫേസ് ചെയ്യുന്ന ഈ സ്ട്രീറ്റ് പുരുഷന്മാരെ ബാധിക്കുന്നു. ഇത് നടപ്പാതയാണെങ്കിൽ പോലും ഇതിന് റിസൾട്ട് ഒന്നാണ്. ചില ആൾക്കാർ വീടിൻ്റെ വഴിക്ക് വേണ്ടി അടുത്ത വീട്ടിൽ നിന്ന് തൊട്ട് പിന്നിൽ പോയ റോഡാണ്. അപ്പോൾ വീടിൻ്റെ പിന്നിൽ നിന്ന് കന്നിഭാഗത്തു നിന്ന് തൊട്ടടുത്ത് റോഡാണ്. അപ്പോൾ അവരോട് അടിമേടിച്ച് മത്സരിച്ച് കാശ് കൂടുതൽ കൊടുത്ത് ആ വഴി മേടിക്കുകയാണ്. അപ്പം അവിടെ വാസ്തുദോഷം പേരുന്നു. കന്നിമൂലയിൽ നിന്ന് തെക്കിലോട്ടൊരു വഴി മേടിക്കുകയോ കന്നിമൂലയിൽ നിന്ന് പടിഞ്ഞാറോട്ടൊരു വഴി മേടിക്കുകയോ കാശ് കൊടുത്ത് മേടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വഴി മേടിക്കാൻ ആഗ്രഹിക്കുന്ന കാലം തൊട്ടോ, ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്ന കാലം തൊട്ടോ, അല്ലെങ്കിൽ ആ ഇടപാട് നടന്ന കാലം തൊട്ടോ ഇവർ വാസ്തുദോഷം പേരുന്നു. അത് സ്ട്രെയിറ്റ്
സ്ട്രീറ്റ് ഇതിനെ ഞങ്ങൾ തെരുവ് താക്കം എന്ന് പറയും. ഈ തെരുവ് താക്കങ്ങളിൽ ഏറ്റവും ഭയാനകമായ തെരുവ് താക്കമാണ് വീടിൻ്റെ കന്നിമൂലയിലൂടെ വഴി. അത് വീട്ടിനുള്ളിൽ വരുമ്പോൾ കന്നിമൂലയിൽ സിറ്റൗട്ടും ഡോറും, ഇതെല്ലാം കന്നിമൂലയിലുള്ള ഓപ്പൺ പോക്കുവരവ് മീൻസ് നമ്മൾ ഒരാൾ കഥവിലൂടെ പോക്കുവരവ് ചെയ്യുന്നു, പ്രവേശിച്ച് വരുന്നു. കന്നിമൂല ഭാഗങ്ങളിലുള്ള മുഴുവൻ പോക്കുവരത്തുകളും ആ കുടുംബത്തിന്റെ സർവ്വനാശമായി വാസ്തുദോഷം പേറും. കന്നിമൂല അടഞ്ഞിരിക്കണം, കാരണം അവിടെ അൾട്രാ വയലറ്റിന്റെ സാധ്യതയുള്ള സ്ഥലമാണ്. അവിടെ പരമാവധി നമ്മൾ കടത്തി വിടരുത്. നിവൃത്തിയില്ലായ്മ കൊണ്ട് ആ റൂമിന്റെ ഉച്ചഭാഗങ്ങളിൽ ഒരു ജനൽ വെക്കുക, ഒരു വെന്റിലേഷൻ വെക്കുക. പക്ഷേ പോക്കുവരത്ത് ചെയ്യുമ്പോൾ അത് വാസ്തുദോഷം കൂടുതൽ പേരുന്നു. എങ്ങനെ നോർത്ത് ഈസ്റ്റ് ഇൻഫ്രാറെഡിനാൽ സമർത്ഥമായിരിക്കുകയോ അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് അൾട്രാ വയലറ്റിനാൽ സമർത്ഥമാവും. അപ്പോൾ സൂര്യൻ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറോട്ട് അസ്തമിക്കുമ്പോൾ ഉണർത്തുന്നതെല്ലാം അൾട്രാ വയലറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രഭാതം ബ്രഹ്മമുഹൂർത്തം തൊട്ട് 12 മണി വരെ ഉള്ളതെല്ലാം നമുക്ക് ഇൻഫ്രാറെഡിന്റെ സാധ്യതയാണ്. അപ്പം നോർത്ത് ഈസ്റ്റ് അക്സസ് കൂടുതൽ കൊടുക്കുമ്പോഴും പോക്കുവരത്ത് ചെയ്യുമ്പോഴും ഈ അതിമനോഹരമായ കോസ്മിക് എനർജി നമ്മുടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് നിറഞ്ഞു നിൽക്കും. അത് മെല്ലെ 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 അത് കുറഞ്ഞ് വരുമ്പോഴത്തേക്ക് പിറ്റേ ദിവസവും ദിനകരൻ വന്ന് കൊടുക്കുമെന്ന് ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നുണ്ട്. അതേപോലെ എന്നെ കേൾക്കുന്ന ആരായിരുന്നാലും കന്നിമൂല ഭാഗങ്ങളിൽ വാതിലുകളോ പോക്കുവരവോ ഒരു വഴി വന്ന് മുട്ടി ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന സംവിധാനം തെരുവ് താക്കോ എന്ന് പറയും. അങ്ങനെ ഒന്നും സംഭവിക്കരുത്. കന്നിമൂല എപ്പോഴും ക്ലോസ് ആയിരിക്കുക, പ്രവേശനം നിഷേധിക്കുക. ആ രീതികളിൽ ഈ വഴികൾ വാസ്തുവിൽ ഒരുപാട് ബാധിക്കുന്നു. എത്രത്തോളം ഇത് മനസ്സിലാക്കുകയോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കതൊരു ഫോൺ കോൾസിലൂടെയൊക്കെ മെല്ലെ മെല്ലെ എടുക്കാം. അല്ലെങ്കിൽ ഇനി തുടർന്ന് ഒത്തിരി വ്ളോഗ്സ് ഉണ്ടല്ലോ, അതിനെല്ലാം കന്നിമൂലയുടെ കുഞ്ഞു ഫോൾട്ടുകൾ പറഞ്ഞു തരാം. പക്ഷേ സ്ട്രീറ്റുകൾ വീട്ടിൻ്റെ പുറത്താണെങ്കിലും അവിടെ വാസ്തുദോഷം പേറും. ഇതിനെ തെരു താക്കവും അല്ലെങ്കിൽ തെരു പാർവൈ അല്ലെങ്കിൽ തെരു കുത്ത്, ഇങ്ങനെ പല രീതികളിലും പറയാറുണ്ട്. തെരു എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി, തെരുവ്, വഴി. ഞാൻ എൻ്റെ വേർഡ്സ് എല്ലാം തമിഴിൽ വരുന്നുണ്ട്, എനിക്ക് വേറെ നിവൃത്തിയില്ല. അതൊന്ന് പഠിക്കുന്നുണ്ട്, ആ ഫ്ലോ അങ്ങനെ വരികയാണ്. അതിനെ കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ പറയാന്ന് വെച്ചാൽ ഇതെല്ലാം സിമിലാരിറ്റി ഉള്ള വാക്കുകളാണ്. തെരുവ് അല്ലേ, തെരുവോരങ്ങൾ എന്ന് പറയില്ലേ. അപ്പോൾ അത് വഴി. തെരുവ് താക്കം നമ്മൾക്ക് നെഗറ്റീവ് ഫോഴ്സ്. അപ്പം ആ തെരുവിൻ്റെ താക്കം, നെഗറ്റീവ് ഫോഴ്സ് നമുക്ക് കിട്ടുന്നു എന്ന് അർത്ഥം. അപ്പോൾ സാർ, നമ്മുടെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വാസ്തുവും നമ്മുടെ ബോഡിയിലെ പാർട്സുകളും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അപ്പം നമ്മുടെ ഈ കന്നിമൂല വരുമ്പം ഏത് ബോഡി പാർട്ടാണ് വരുന്നത്? ഒന്നും വിടില്ലല്ലേ. അപ്പോൾ കന്നിമൂല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ബോഡി പാർട്ട് അതെങ്ങനെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂലാധാര ചക്രത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പൊസിഷനാണത്. കന്നിമൂല മൂലാധാരത്തിന്. അപ്പോൾ ആ തിരിച്ച് നമുക്ക് പറയേണ്ടി വരുന്നു വാസ്തു പുരുഷനെ. അതിനിപ്പോൾ പറയുക അടുത്തതോ വാസ്തു പുരുഷന്റെ ചിത്രമില്ലേ, ആ ചിത്രത്തിൽ കാണുന്ന ആ കാല്, അത് രണ്ടും ചേരുന്നതാണ് സൗത്ത് വെസ്റ്റ്. ആ കാലിൻ്റെ പിന്നിൽ ആ ബട്ടക് സൈഡും കൂടെ വരുന്നുണ്ട്. നമ്മുടെ ഈ മൂലാധാര ചക്രം കൂടെ ആ പൊസിഷൻ. അതായത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ അതിനെ 4 ഘട്ടങ്ങളാക്കി മാറ്റുക, ഉള്ളിൽ 4 ചതുരങ്ങളായിട്ട് മാറ്റുക. അതായത് ഒരു കുരിശ് രൂപേണ ഒന്ന് വരയ്ക്കുക, വെർട്ടിക്കൽ ആരോസെന്റൽ. അത് വരയ്ക്കുമ്പം ആ ബോക്സിന് 4 ചെറു ബോക്സുകളാവും. അതിൽ സൗത്തും വെസ്റ്റും ചേരുന്ന ആ ബോക്സ് മുഴുവനും കന്നിയാണ്. അപ്പോൾ ആ പൊസിഷനിൽ ശരീരഭാഗം വരുന്നത് മൂലാധാരം. അപ്പോൾ നമ്മുടെ സ്പൈനലിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗവും അതിനകത്ത് ഉൾപ്പെടുന്നു. സ്പൈനലിൻ്റെ മിഡിൽ വരെ അതിനകത്ത് ഉൾപ്പെടുന്നു. മനസ്സിലായി. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടെ, പരിഹാരത്തിന് വേണമെങ്കിൽ ഒരു പരിഹാരം കൂടെ പറഞ്ഞുതരാം, കേട്ടോളൂ. അപ്പോൾ കന്നിമൂല ഫോൾട്ടുള്ള വീട്ടിൽ ഏകദേശം പേർക്കും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കൂടുതലാണ്. അത് ഈ ഭാഗത്തുള്ള അസ്വസ്ഥതകളായിരിക്കും കൂടുന്നത്. കന്നിമൂല ഭാഗത്ത് വരുന്നത് ഏകദേശം, കാരണം അവിടെ നമ്മുടെ 7 കലർന്ന് വരുന്ന കളസ്ത്രം, യോനീതലം എന്ന് പറയുന്നില്ലേ, അതും കന്നിമൂല ഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ്. മൂലാധാരം ചക്ര, അതും ആ കന്നിമൂലത്ത് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടത്തേക്ക് എപ്പോഴും ഒരു, കാരണം അവിടെയാണ് ഉൽപ്പത്തി. കന്നിമൂലയിലാണ് ഭൂമി. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചഭൂതങ്ങളിൽ ഭൂമി നിൽക്കുന്നത് കന്നിമൂലയിലാണ്. അപ്പോൾ കന്നിമൂലയിലാണ് ഉൽപ്പത്തി ആവുന്നത്. അത് ഭൂമിയിലാണ് ഉൽപ്പത്തി ആവുന്നത്. അതേപോലെയാണ് കന്നിമൂലയിൽ കിടന്ന് ദമ്പതികളെ കന്നിമൂലയിൽ കിടക്കുമ്പം ജീവന്റെ ഉൽപ്പത്തിയും നല്ല രീതിയിൽ അവിടെ വരാൻ കൂടുതൽ ചാൻസ് ആയതുകൊണ്ടാണ്. പിന്നെ ഉറക്കം, അതും ഒരു ഉൽപ്പത്തി തന്നെയാണ് അല്ലേ. മറ്റൊന്ന് ശാന്തമായി, അതും മറ്റൊരു ഉത്ഭവം തന്നെയാണ്. ശരീരത്തിൻ്റെ മറ്റൊരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നൊരു ഉത്ഭവം തന്നെയാണ് അതും. അപ്പം കന്നിമൂലയിൽ ഉണരുന്നവർക്ക് കന്നിമൂലയുടെ മുഴുവൻ സമ്പത്ത് അനുഭവിക്കാൻ പറ്റും. പക്ഷേ കന്നിമൂലയിൽ ഈ പറഞ്ഞ ഈ ബോഡി ഷേപ്പ്, മൂലാധാരം സംബന്ധമായിട്ടുള്ള, യോനിതല സംബന്ധമായിട്ടുള്ള, വിസർജന സംബന്ധമായിട്ടുള്ള, കാലിൻ്റെ പാദ സംബന്ധമായിട്ടുള്ള ഏകദേശം ഭാഗങ്ങൾ നിങ്ങൾക്ക് കന്നിമൂലയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാം. കാരണം കാലും അവിടെ ഉണ്ട്. മനസ്സിലായില്ല. അത് 12ൽ പാദം വരുന്നത് വേറൊരു പ്രോബ്ലമാണ്. ആ കാലിൻ്റെ നമ്മൾ നടത്തേക്കും കൊണ്ടുവന്ന് നമ്മുടെ കാൽ നടന്നു പോയി നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങളിലുള്ള, നടന്ന് മീൻസ് യാത്ര. ഇപ്പോഴല്ലേ കാറ് വന്നത്, കാൽ പാദം കൊണ്ട് എന്താ ഉപയോഗം? അതിന് ആ സബ്ജക്റ്റിലോട്ട് കൊണ്ടുവരിക, കുഴപ്പിക്കരുത്. ഇതിനകത്ത് നമ്മൾ കന്നിമൂല മൂലാധാരവും കളസ്ത്ര, അതായത് യോനീതലങ്ങളും വിസർജന ഭാഗങ്ങളുമായിട്ടൊക്കെ നമ്മളോട് സങ്കല്പിക്കുമ്പം അവിടെ ഒരു പ്രശ്നം. അതിന് നല്ലൊരു പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
ആ കന്നിമൂല ഫോൾഡറുള്ള വീട്ടിൽ അത്ര അസുഖങ്ങൾ ഉണ്ടാവും ഒരുപാട് പേർക്കും. അതിന് ഫ്രീ ആയിട്ട് മറ്റൊരു ഉപദേശം പറഞ്ഞുതരാം. നിങ്ങൾ രാവിലത്തെ സൂര്യ വെളിച്ചം നിർബന്ധമായി കൊള്ളണം. എങ്ങനെ? തിരിഞ്ഞു നിന്ന് കൊള്ളണം. ആ സ്പൈനലിൽ നിങ്ങൾ അല്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങൾക്ക് സ്പൈനലിൽ വെയിൽ ഒളിപ്പിക്കുന്നത് നല്ലതാണ്. സാധാരണ രീതിയിൽ നിങ്ങൾ നേരിട്ട് വെയിൽ കൊള്ളുന്നതിനെ പോലെ തന്നെ നിങ്ങൾ ബാക്കിൽ തിരിഞ്ഞു നിന്ന് വെയിൽ കൊള്ളുക. കാരണം സയൻസ് ബ്രെയിനിലൂടെ എടുക്കുന്നു, സിദ്ധ സ്പൈനലിലൂടെയാണ് എടുക്കുന്നത് എല്ലാ റിസൾട്ടും. ഈ സ്പൈനൽ കോഡിൽ തന്നെയാണ് 27 നക്ഷത്രങ്ങളുടെ സ്ഥാനമുണ്ട്. ഈ സ്പൈനൽ കോഡിലാണ് 27 നക്ഷത്രങ്ങളുടെ സ്ഥാനം ഇരിക്കുന്നത്. അവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നൊരു ബോൺ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ 27 നക്ഷത്രങ്ങളുടെ സ്ഥാനമുണ്ട്. അതിലേതോ ഒരു നക്ഷത്രമായിരിക്കും നിങ്ങളുടേത്, അല്ലേ? അപ്പോൾ അതിൻ്റെ കോസ്മിക. അപ്പോൾ നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം, പ്രത്യേകിച്ച് കന്നി ഫോൾഡറുള്ള വീട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും ഇതുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബാക്കിലെ സ്പൈനൽ കോഡിനെ ഒന്ന് നല്ല വെയിൽ കൊള്ളിക്കുക, ഇളം വെയിൽ. ആ വെയിൽ കൊള്ളുമ്പോൾ ബോഡി അത് ഉണർന്ന് നമുക്കൊരു ചൂട് അനുഭവപ്പെടുന്നവരെ അവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഒരു എക്സസൈസ് ആവും, മെല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ തിരിഞ്ഞു നിന്ന് വെയിൽ കൊള്ളണം. എല്ലാവരും നിങ്ങളെ ഫ്രണ്ടിൽ നിന്നല്ലേ വെയിൽ കൊള്ളിപ്പിക്കുന്നത്. നിങ്ങൾ തിരിഞ്ഞു നിന്ന് സ്പൈനൽ കോഡിനെ ശരിക്കും ഒന്ന് ചൂടാക്കുക. ഇതൊക്കെ ഒരു നഷ്ടമില്ലാത്ത കാര്യങ്ങളല്ല. ഇത് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയാൽ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ബാക്ക് സൈഡ് പ്രശ്നങ്ങളുള്ളവർ, കന്നിമൂല ഫോൾഡറുള്ളവരൊക്കെ എല്ലാം ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് കുറച്ച് വെയിൽ വളരെ നല്ല. അല്ലെങ്കിലും സിദ്ധ പറയുന്നത് തിരിഞ്ഞു നിന്ന് വെയിൽ കൊള്ളാൻ സിദ്ധയിൽ ഒരുപാട് അഡ്വൈസ് ഉണ്ട്. കാരണം ഈ സ്പൈനലിൽ 27 നക്ഷത്രങ്ങളുടെ സ്ഥാനമുണ്ട്. അതിലൊരു നക്ഷത്രത്തിന്റെ സ്ഥാനം നമ്മുടേതാണ്. നമ്മുടെ സ്വന്തം നക്ഷത്രം 27 ഒന്നാണ്. അത് അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അത് വലിയ കൺഫ്യൂഷൻ സബ്ജക്റ്റാണ്. മനസ്സിലായില്ലേ? മനുഷ്യ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, അതിൽ ആകാശബോധം ഇരിക്കുന്നത് സ്പൈനൽ ബോർഡിനുള്ളിലാണ്. വായു ഇല്ലാത്ത സ്പൈനൽ കോഡിനുള്ളിൽ നേർത്ത ഒരു നേർരേഖ വായു ഇല്ലാത്തൊരു പൊസിഷനുണ്ട്. ആകാശത്തിൽ വായുവില്ല. അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളുണ്ട്. അതിൽ നീർ, നിലം, നെരുപ്പ്, കാറ്റ്. ആകാശം എവിടെ ഇരിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയത്തില്ലേ. ഈ ആകാശബോധം സ്ഥിതി ചെയ്യുന്നത് സ്പൈനൽ കോഡിനുള്ള സുഷിരത്തിലൂടെയാണ്. അവിടെ ഓക്സിജൻ ഇല്ല ആ പൊസിഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ കന്നിമൂല ഫോൾഡിന് ഇച്ചിരി പിന്നിൽ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ്. വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സയൻറ്റിസ്റ്റുകളൊന്നും എൻ്റെ അടുത്ത് വരണ്ട. ഇതിനെ വിശ്വസിക്കുന്നവർക്ക് ₹1 ചിലവില്ലാത്ത ചെറിയ ചെറിയ ടിപ്സുകളാണ്. ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പം നല്ല 2 ടോപ്പിക്കുകളായിരുന്നു നമ്മളിന്ന് സംസാരിച്ചത്. നിങ്ങൾക്കും ഇതുപോലെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സാറിനെ കോൺടാക്റ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം.